സാമ്പത്തിക രംഗത്ത് ബൈത്തുൽ മാലിൽ പൊതുഖജനാവിൽ സമ്പത്ത് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അള്ളാഹു കനിഞ്ഞേകിയ സ്വത്തുണ്ട്, ഖുംസുൽ ഖുംസ്, 5-1. അതും ധാരാളമായി കിട്ടിത്തുടങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞൊരാൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അന്വേഷിക്കും അദ്ദേഹത്തിന് കടമുണ്ടോ, ഉണ്ട്. സ്വത്തുണ്ടോ, സ്വത്തും ഉണ്ട്. എന്നാൽ ആ സ്വത്ത് കുടുംബക്കാരെടുത്തോട്ടെ, കടം ഞാൻ വീട്ടിക്കൊള്ളാം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ കടപ്പെട്ടവനാണ് ഞാൻ. കടമുണ്ടെങ്കിൽ അതെനിക്ക് വിട്ടേക്കണം, ഞാനത് വീട്ടും. അന്ന് തന്നെ പിറ്റേന്നേക്ക് ബാക്കി വെക്കൂല. സമ്പത്തുണ്ടോ, അത് കുടുംബങ്ങൾ എടുക്കട്ടെ. ഈ ഒരു കാഴ്ചപ്പാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് സാമ്പത്തിക രംഗത്ത് പുരോഗതി പ്രാപിച്ചപ്പോൾ ആ രൂപത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചു. പിന്നെ ഏത് ജനാസയുടെയും കടം തങ്ങളാണ് ഏറ്റെടുക്കുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ. അതൊരു വിശാലമായ കാഴ്ചപ്പാടാ നമുക്ക് നൽകുന്നത്. നമ്മുടെ ബന്ധുവൊന്നുമല്ല, പക്ഷേ ബന്ധങ്ങളായി പറയാൻ അയാൾക്ക് ആരുമില്ല, ഒറ്റയാനായി ജീവിച്ചൊരു വ്യക്തിയാണ്. സാമൂഹ്യ രംഗത്ത് നമുക്ക് വലിയ ബന്ധമുണ്ട്. ജീവിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് വലിയ ബാധ്യതയുണ്ട്. ഏൽക്കാൻ പറ്റുന്ന, ചുമക്കാൻ പറ്റുന്ന ബാധ്യതയാണെങ്കിൽ നമുക്കൊന്ന് സഹകരിക്കാം, അയാളുടെ ആഖിറം രക്ഷപ്പെടുത്താൻ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ സ്വീകരിക്കണം. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളും മരിച്ചുപോയി കിടക്കുന്നിടത്ത് സമാധാനമില്ലാതെ കഴിയരുത്. മരിച്ച മനുഷ്യന്റെ ആത്മാവ് ഏറ്റവും നല്ല സമാധാനത്തോടെ പരിശുദ്ധരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവര് താമസിക്കുന്ന കേന്ദ്രത്തിലേക്ക് ചെന്ന് അവരോടൊപ്പം ഉല്ലസിക്കണമെങ്കിൽ ഏറ്റവും വലിയ ബാധ്യതയായ കടം ആ പരടിയിൽ നിന്ന് വിട്ടുതിരിയണം. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനി ഹത്താ തുഖ്ലാ അൻ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടവുമായി കെട്ടിവിണഞ്ഞ് ബന്ധപ്പെട്ട് കിടക്കും. ഹത്താ തുഖ്ലാ അൻഹു, അത് വീട്ടുന്നത് വരെ. അതിന് 40 കഴിയാനോ ആണ്ട് കഴിയാനോ കാത്തിരിക്കരുത്, അന്നന്ന് തന്നെ വീട്ടിക്കൊള്ളണം. എന്നാൽ അത്രയും വലിയ ആശ്വാസമാണ്. ഇല്ലിഗീനിലേക്ക് പോകാതെ നമ്മുടെ റൂഹൊരു ഭാഗത്ത് അങ്ങനെ കെട്ടി നിൽക്കും. ആ ആത്മാവിന് ശമനം വേണം, ശാന്തി വേണം. നല്ല നല്ല മഹാന്മാരോട് പോയിട്ടത് സല്ലപിക്കണം, സമ്പർക്കത്തിലാകണം. സ്വർഗത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അത് കറങ്ങി വരണം. ഒരു തടസ്സമാണുള്ളത്, അത് കടബാധ്യതയാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യതയോടെ കണിശമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചൊരു അധ്യായമാണത്. ആ ഒരു ബാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളോടത് എഴുതി വെക്കാനും കറക്റ്റായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറഞ്ഞത്.